ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറേ നല്ല കാര്യങ്ങളാണ് കേട്ടോ. അതെന്താണ്? നമ്മുടെ സ്വന്തം വില കളയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്താണെന്ന് നോക്കിയാലോ? ബാ എൻ്റെ കൂടെ. ഒന്നാമതായി എന്താണെന്നറിയാമോ? അകൽച്ച കാണിക്കുന്നവരോട് നിങ്ങൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ വാല്യൂ നഷ്ടപ്പെടും. നമ്മൾ അകൽച്ചയുള്ളവരെ അവരവരുടെ പണിക്ക് പൊക്കോട്ടെന്നേ. നമ്മളോട് ഇഷ്ടമുള്ളവരെ നമ്മൾ കൂടെ കൂട്ടുക, അകൽച്ചയുള്ളവരെ അവരുടെ പാട്ടിന് പോകാൻ അവരെ പറഞ്ഞു വിടുക. അല്ലെങ്കിൽ നമ്മൾ അവരുടെ പുറകെ നടന്ന് നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളെ വിളിക്കുമ്പോൾ അവർ നമ്മുടെ വാല്യൂ കുറച്ച് കാണാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വാല്യൂ കളയാതെ നമ്മൾ തന്നെ സൂക്ഷിക്കണം. മനസ്സിലായല്ലോ? പിന്നെ അടുത്തതായിട്ട് എന്താണെന്നറിയാമോ? ഓവർ ഷെയറിങ് പാടില്ല. നമ്മുടെ ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ മറ്റുള്ളവരോട് ഓവറായിട്ട്, ചെറിയ കാര്യങ്ങൾക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ പങ്കുവെക്കാം കേട്ടോ, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഓവറായിട്ട് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ എല്ലാം ഷെയർ ചെയ്യും. പക്ഷെ അവരത് മനസ്സിൽ വെച്ചിട്ട് അവർക്ക് ചിലപ്പോൾ സങ്കടമായിരിക്കും. അപ്പോൾ അവർ ചിന്തിക്കും, കണ്ടോ അവൻ്റെ സന്തോഷം, കണ്ടോ എന്തൊരു സന്തോഷമാണ്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷം ഇല്ലല്ലോ എന്ന് അവൻ ചിന്തിക്കും. അതുകൊണ്ട് അവരോട് നമ്മൾ ഓവർ ഷെയറിംഗ് ആയിട്ട് ഒന്നും പറയാൻ പാടില്ല. മനസ്സിലായല്ലോ? അമിതമായ ആശ്രയം പാടില്ല. കാരണം എന്തെന്നാൽ, നമ്മൾക്കൊരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ ഒരു ഫ്രണ്ട് നമ്മളെ സഹായിച്ചെന്ന് വരാം. അവരെ നമ്മൾ വീണ്ടും 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 സഹായം അഭ്യർത്ഥിച്ച് അവരുടെ അടുത്ത് ചെല്ലുക, അവരെ ബുദ്ധിമുട്ടിക്കുക, അവർ നോ പറയുന്നത് വരെ നമ്മൾ അവരെ പിന്തുടർന്ന് അവരെ സഹായം ചോദിക്കുക. ഇതൊന്നും നമ്മുടെ വില കുറച്ച് നമ്മളെ കാണാനാണ്, നമ്മുടെ വില കുറഞ്ഞു പോകാനുള്ള കാരണങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് മറ്റുള്ളവരോട് ആശ്രയം പാടില്ല. നമുക്കുള്ളത് നമുക്ക് മതി. അതാണ് നമ്മുടെ വില. അല്ലെങ്കിൽ നമ്മുടെ വില കുറച്ച് അവർ കാണും. അതുപോലെ തന്നെ യേസ് എന്ന് പറയുന്നിടത്ത് യേസും, നോ എന്ന് പറയുന്നിടത്ത് നോയും നമ്മൾ പറയാൻ പഠിച്ചിരിക്കണം. കാരണം അവരെന്തെങ്കിലും നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മളത് പിന്നെ പറയാം എന്നൊരു വാക്ക് നമ്മൾ ഒരിക്കലും പറയല്ല. അന്നേരം തന്നെ മറുപടി നമ്മൾ കൊടുക്കണം. ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, ഈ രണ്ടിലേതെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പം നമ്മളത് പറയാതെ നാളത്തേക്ക് പറയാം എന്ന് പറയുമ്പോൾ നമ്മുടെ വില അവർ കുറച്ച് കാണും. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചാടിക്കയറി സംസാരിക്കാതിരിക്കുക. നമ്മുടെ വില ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ വില പോകുന്നത് സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ വില അത് കുറച്ച് കാട്ടും. നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവർ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ഞാനല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കാതിരിക്കുക. നമുക്കൊരവസരം കിട്ടുമ്പോൾ നമുക്കത് പറയാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം പറയുക, ഇല്ലെങ്കിൽ മൗനമായിട്ടിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായത്. അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവിടെ നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. വാക്കുകൾ വിട്ടാൽ നമുക്ക് തിരിച്ചെടുക്കാൻ ഒരിക്കലും പറ്റാത്തതാണ്. അതുകൊണ്ട് നമ്മൾ വാക്കുകളും പ്രവൃത്തിയും ഒരുപോലെ തന്നെ ആയിരിക്കണം. പ്രവൃത്തി വേറെ വാക്കു വേറെ വരുമ്പോൾ നമ്മളുടെ വില അവിടെ എല്ലാവരും കുറച്ച് കാണത്തേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ? വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വസ്ത്രധാരണത്തിൽ നമ്മൾ സൂക്ഷ്മ പരീക്ഷണം നടത്തിയിട്ട് വേണം വസ്ത്രം ധരിക്കാൻ. കാരണം എന്തെന്നാൽ, വസ്ത്രത്തിലാണ് നമ്മളുടെ ആൾക്കാർ മറ്റുള്ളവർ നമ്മളുടെ പെരുമാറ്റത്തിലും നമ്മളെ ശ്രദ്ധിച്ച് അവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു കല്യാണ വീട്ടിൽ പോകുന്ന ഡ്രസ്സിലല്ല നമ്മൾ മരണ വീട്ടിൽ പോകുന്നത്. മരണ വീട്ടിൽ ഇടുന്ന ഡ്രസ്സല്ല നമ്മൾ കല്യാണ വീട്ടിലിടുന്നത്. അപ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. ഈ ഡ്രസ്സിൽ ആദ്യത്തെ ആ ലുക്കാണ് അവർ നമ്മളെ വില കൽപ്പിക്കുന്നത്. ചിലപ്പോൾ നല്ല മനുഷ്യരായിരിക്കും, അവർ ചിലപ്പം പന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെന്നാൽ അവർ വിലയാണ് അവിടെ താഴ്ത്തപ്പെടുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയതിടണമെന്ന് ഒന്നും ഒരു നിർബന്ധമില്ല. പക്ഷെ നല്ല വൃത്തിയും നീറ്റുമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ ഒരു കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സ്വഭാവം വരെ ഈ ഡ്രസ്സ് മുഖാന്തരമാണ്, വസ്ത്രധാരണ മുഖാന്തരമാണ് മറ്റുള്ളവർ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ട്രാജഡിയെക്കുറിച്ച് നമ്മൾ എടുത്തെടുത്ത്
അവരെ ഓർപ്പിക്കുക. അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. കാരണം അവർ മറന്നിരിക്കുന്ന ചില ട്രാജഡി ആയിരിക്കും. നമ്മൾ അവരെ ഓർപ്പിച്ച് അവരെ സങ്കടപ്പെടുത്തുമ്പോൾ ഇനി നമ്മളെ കാണുമ്പോൾ അവൻ ഈ ട്രാജഡി എല്ലാം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനുമായിട്ട് ഒരു സഹകരണം വേണ്ടെന്ന് പറഞ്ഞ് ഇവർ മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ ട്രാജഡി നമ്മളൊരു തമാശയ്ക്ക് പോലും അവർ